ഹായ്, ഹാപ്പി ലൈഫ് വിത്ത് അമ്മുവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു KFC മോഡൽ ചിക്കൻ ഫ്രൈയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചേരുവകൾ എന്തെന്നൊക്കെ ഞാൻ ഫസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കുന്നത് കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് അതിൽ ഒരു കപ്പ് പുള്ളിയില്ലാത്ത തൈര് ഒഴിക്കാട്ടാ. ഇനി തൈര് കയ്യിലില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട. പാലിൽ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ മതി കേട്ടോ. അതായാലും മതി, പുളിയില്ലാത്ത തൈരായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 1 കപ്പ് തൈരിൽക്ക് 1 കപ്പ് കോൺഫ്ലവർ പൊടി, 2 കോഴിമുട്ട ഉടച്ചൊഴിച്ചത്, 1 സ്പൂൺ നിറച്ച് മുളക് പൊടി, 2 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 15 അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ നിറച്ച് വിനാഗിരി. ഇത്രയും സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ചിട്ട് നന്നായി കൂട്ടി ഇളക്കി അത്ര തിക്കല്ലാത്ത രീതിയിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ ഇടലോ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരിക്കുന്നത് ഇതിലിട്ട് നന്നായി പുരട്ടി യോജിപ്പിച്ച് 1 മണിക്കൂർ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാട്ടോ. അപ്പോൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ റെസ്റ്റൊക്കെ എടുത്തിട്ട് സാവധാനം വരട്ടെ. അതിനു മുന്നേ നമുക്ക് ചിക്കൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ മറ്റൊരു പാത്രത്തിൽ 1 കപ്പ് മൈദമാവ്, 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അപ്പസോഡ, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതും അവിടെ മൂടി മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ 1 മണിക്കൂർ റെസ്റ്റിൻ്റെ ശേഷം നമ്മളിതേ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. മറ്റൊരു പാത്രം എടുത്തിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടാകുമ്പോഴത്തേനും നമുക്കിവിടെ ചിക്കൻ കോട്ട് ചെയ്തിട്ടെടുക്കാം. ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ആദ്യം പുരട്ടി വെച്ച ആ കൂട്ടിൽ നന്നായി മുക്കിയെടുത്തതിൻ്റെ ശേഷം ഈ മൈദമാവിൽ ഇട്ടിട്ട് ചിക്കൻ്റെ മുകളിൽ അധികം പിടിക്കാതെ മൈദമാവ് നന്നായി പൊത്തിയെടുത്ത് അമർത്തിയെടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും മൈദയിലിട്ടിട്ട് ജസ്റ്റ് ഒരു കോട്ടിങ്ങും കൂടിയും കൊടുത്ത് നന്നായി കുടഞ്ഞെടുത്തതിന് ശേഷം ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചങ്ങോട്ട് കോരാട്ടാ. ഓരോ പീസും നമ്മൾ അതേപോലെ ചെയ്തിട്ട് പൊരിച്ച് കോരിയെടുക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കുമ്പോൾ കിട്ടുന്നത്. നല്ല മുരിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഇത്ര എളുപ്പമായിരുന്നു എന്ന് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ആകെ ഒരിത്തിരി ടൈം വരിക നമ്മൾ ആ റെസ്റ്റിങ്ങിന് കൊടുക്കുന്ന സമയം മാത്രമാണ് കേട്ടോ. ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്.
ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ കിടിലോസ്കി വിഭവങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ.